ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്താണ് നിങ്ങൾ ചിന്താവിഷ്ടയായ ശ്യാമളയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ്? കാരണം പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഈ ഒരു പേര് ഓർമ്മ വന്നു. പക്ഷേ ശ്യാമളയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യവുമല്ല ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ. ശ്യാമളയുടെ പേരെടുത്തോളൂ. കാരണം ചില ശ്യാമളമാരുണ്ട്, ശരീരം കൊണ്ട് അവരുടെ വീട്ടിലാണ്, പക്ഷെ അവിടെ ഒന്നും നടന്നു പോകുന്നതുമില്ല, ചെയ്യുന്നതുമില്ല. ആത്മാവ് മൊത്തവും വല്ലവരുടെയും കേന്ദ്രത്തിലാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് അവരെക്കുറിച്ച് എന്ത് പറയാനല്ലേ. പക്ഷേ ഭയങ്കര ഉപദ്രവകാരുമാണ് ഇങ്ങനെയുള്ളവർ. പക്ഷേ അവരൊക്കെ നാളെ ഒരു കാലത്ത് അവരുടെ മക്കളെ കൊണ്ട് ദുഃഖിക്കേണ്ടി വരികയുള്ളൂ. ഇതേ എനിക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറയുന്ന ടീമുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. അവരെല്ലാം നാളെ ഒരു സമയത്ത് അങ്ങനെ തന്നെ അനുഭവിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. അതാണ് നമ്മളിപ്പം അവരുടെ ഒരു കാര്യം, നമ്മൾ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, സ്വന്തവുമില്ല, ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. ജസ്റ്റ് നാട്ടുകാർ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അയ്യവരെ ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധാലുവാകുന്ന, അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം, അവരുടെ വീട്ടിൽ വലിയ വലിയ ബോംബുകളാണ് അവിടെയുള്ളത്. നമുക്ക് പടക്കവേ കാണും. അതാണ് ഏറ്റവും വലിയ കോമഡിയും പറയണമല്ലോ ഇതിനകത്ത്. പിന്നീട് നമുക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ശ്യാമളയുടെ കാര്യം ഞാനൊരു 1000 പേരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ശ്യാമളയുടെ കാര്യം ഞാൻ തൂക്കി പിടിച്ചിരിക്കുന്നത് എന്തിനാണ്, ശ്യാമള വെറും തറയാണ്, അത് അവിടെ വിട്ടേക്കും, ആ ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് കേൾക്കേ വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ശ്യാമള വെറും വട്ടപൂജ്യമാണ്, ശ്യാമള ഈ കാണുന്ന പുഴുവാണ് എന്ന് അവർ പറഞ്ഞു. ഈ കാണുന്ന പുഴു നല്ല ഒരു ഒരു ക്ലോത്തൊക്കെ ഉണ്ടാക്കുന്ന സിൽക്ക് സാരിയൊക്കെ ഉടുക്കുമ്പോൾ ആണോ എന്താണെന്നറിയത്തില്ല, ഓരോ ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന ഒരു പുഴുവാണ്. നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം ഈ പുഴുവിനെ നിങ്ങൾക്കറിയാമോ ഫ്രണ്ട്സ്? ഈ പുഴു എന്ന് പറയുന്നത് ഭയങ്കര, കാണുമ്പോൾ പുഴുവാണെങ്കിലും സംഭവം അത് വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ സ്കിന്ന് ഉപയോഗിച്ച്, രോമം ഉപയോഗിച്ച് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കൗതുകത്തോടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ആൾ ഇതിനെക്കാട്ടി കഷ്ടമാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അയ്യോ. അപ്പം അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ പറയുന്ന ആൾ ഈച്ചയും കൊതുകിനെക്കാട്ടി കഷ്ടമാണ്. അതിനെക്കാട്ടി സിമ്പിൾ ഒരാളായിട്ട് ഇതിനെ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം ഫ്രണ്ട്സ്. അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് പനിയൊക്കെ മാറിയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.